ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്, അനശ്വര രാജൻ, നിഖില വിമൽ സ്റ്റാർ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. ഇഷ്ടമായില്ല. ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല. അവസാനത്തെ കാലാശ കൊണ്ട് കാണുന്നവരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എന്തൊക്കെ വർക്കൗട്ടായെന്ന് ആദ്യം പറയാം. പൃഥ്വിരാജ് ബേസിൽ ജോസഫിന്റെ കോംബോ സീൻസും അവരുടെ കെമിസ്ട്രിയും അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എന്റർടൈനിങ് ഫാക്ടർ. അത് ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് വളരെ വളരെ എന്റർടൈനിങ് ആണ്. കുറേ ചിരിക്കാനുണ്ട്. നല്ല കിഡിലൻ, നല്ല ഫ്രഷ് ഓർഗാനിക് ആയ വൺ ലൈനേഴ്സ്, കോമഡി, നല്ല കിഡിലൻ ഡയലോഗുകളും ഇതെല്ലാം ഫസ്റ്റ് ഹാഫിലോട്ടോ പറയണത്. ട്രെയിലർ കണ്ടപ്പോൾ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഭയങ്കര ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷെ മൊത്തത്തിൽ സിനിമയെ കാണുമ്പോഴും പൃഥ്വിരാജ് നന്നായിട്ട് തന്നെ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബേസിലൂടെ തന്നെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ആ സ്ക്രീൻ പ്രസൻസ് എടുത്ത് തന്നെ പറയണതാണ് പൃഥ്വിരാജിന്റെ. പക്ഷെ ഓവറോൾ ആരാ സ്കോർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് ബേസിൽ തന്നെയാണ്. നല്ല നാച്ചുറൽ പെർഫോമൻസ് ആൻഡ് കോമിക് ടൈമിംഗ് ആണ് ബേസിൽ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെ സ്കോർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ്, ബേസിലിന്റെ അനിയനെ അഭിനയിച്ച പയ്യൻ, പൃഥ്വിരാജിന്റെ വീട്ടിലെ സെർവന്റ് അഭിനയിച്ച ചേച്ചി, സിജു സണ്ണി, നമുക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യില്ലേ? അത് നമുക്ക് ഈ ക്യാരക്ടേഴ്സിലേക്ക് തോന്നും. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനശ്വര രാജൻ, നിഖില വിമൽ അവർക്ക് അധികം പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നിയില്ല. കുറച്ച് അണ്ടർ റിട്ടേൺ ക്യാരക്ടേഴ്സ് ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും അവരെ കാണാൻ നല്ല രസമായിരുന്നു. എ റഹ്മാന്റെ പഴയ സോങ് ആയ അഴകിയ ലേല എന്ന സോങ്ങിന്റെ റീമാസ്റ്റർഡ് വേർഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സോങ്ങും ഇതിൽ സീൻസും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആ ഇതിൽ ഓരോ സീനിന്റെ ലെവലിന് മാറി അത് പൊളിച്ചിട്ടുണ്ടായി. പക്ഷെ അതല്ലാണ്ട് അങ്കിത് മേനോന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ആണെങ്കിലും ഭയങ്കര ബിലോ ആവറേജ് ആണ് ഫീൽ ചെയ്തത്. എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പഴയ സിദ്ദീഖ് ലാൽ സിനിമകളിലെ അല്ലെങ്കിൽ പ്രിയദർശൻ സിനിമകളുടെ ഒരു സ്ലാപ്സ്റ്റിക് ഹ്യൂമറാണ് ഇതിൽ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് പറ്റിയ ഒരു റൈറ്റർ വേണം. ദീപു പ്രദീപിന്റെ ഒരു നെക്സ്റ്റ് വീക്ക് റൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് പദ്മിനി എന്ന സിനിമയ്ക്ക് ശേഷം. ദീപു പ്രദീപിന്റെ ഏറ്റവും നല്ല റൈറ്റിംഗ് ഇതുവരെ കണ്ടിട്ടുള്ളത് പേരൂർ പ്രീമിയർ ലീഗ് വെബ് സീരീസിലും കുഞ്ഞിരാമായണം എന്ന സിനിമയിലാണ്. കുറെ അൺനെസറി ആയ ക്യാരക്ടേഴ്സിനെ ഒന്ന് വെട്ടി മാറ്റി ഒഴിവാക്കിയിരുന്നെങ്കിൽ പഠന റൺ ടൈമും കുറഞ്ഞേനെ, കുറച്ചൊരു ബെറ്റർ അനുഭവം നമുക്ക് കിട്ടിയേനെ. പണ്ട് ലെജൻഡ് റൈറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ഇതിൽ ഓരോ എക്സ്ട്രാ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും, നമുക്കൊരു അൺവാണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ അപ്പോഴും ഫസ്റ്റ് ഹാഫിന് അത്ര ഇല്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഡീസൻ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു ക്ലൈമാക്സ് എത്തണ വരെ. ക്ലൈമാക്സ് ശരിയാണ്, 26 ഡേയ്സോ 27 ഡേയ്സോ അവർ നല്ല കഷ്ടപ്പെട്ട് തന്നെ ഷൂട്ട് ചെയ്തത്. ആ ഹാർഡ് വർക്കും ആ എഫേർട്ട് എല്ലാം എവിഡൻ്റ് ആണ്, എല്ലാം നമുക്ക് കാണാൻ പറ്റും, അതെല്ലാം സമ്മതിച്ചു. പക്ഷെ മൊത്തത്തിൽ ഔട്ട്പുട്ട് വന്നപ്പോൾ തീരെ കൺവിൻസിംഗ് ആയി ഫീൽ ചെയ്തില്ല. വളരെ ലോങ്, ലൗഡ് ആൻഡ് മെസ്സി ആയിട്ടാണ് തോന്നിയത്. സ്ക്രീൻ പ്ലേ തീരെ ശരിയായിട്ടുണ്ട് ക്ലൈമാക്സിൽ. വിപിൻ ദാസിന്റെ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിലും പ്രീവിയസ് വർക്ക്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇതൊരു പൂവ് വർക്ക് ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓവറോൾ തേജബായ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഒരു വേറൊരു വേർഷനായിട്ട് എനിക്കിത് കാണാൻ പറ്റിയത്. ഒരു ആവറേജ് സിനിമ, ഒരു കല്യാണം കൂടാൻ പോണം പോലെ കാണാൻ വരാനാണ് ഡയറക്ടർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇതിലും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നിയത് ഉപചാരപൂർവ്വ ഗുണ്ടാജൻ എന്ന സിനിമയാണ്. അത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.